ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 746 പോയിൻറ്റ് നെഗറ്റീവാണ്. S&P 107 പോയിൻറ്റും നസ്ഡാക്ക് 539 പോയിൻറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 95 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഇന്നലത്തെ നമ്മുടെ പ്രീ മാർക്കറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അത് എന്ത് തന്നെയായിരുന്നാലും, നെഗറ്റീവായിരുന്നാലും ശരി, പോസിറ്റീവായിരുന്നാലും ശരി, ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് വീഡിയോ കാണുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ഇന്നലത്തെ വീഡിയോയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് കമൻറ്റ് ബോക്സിലും പേഴ്സണലായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിരിക്കുന്നത്. എങ്കിലും മാർക്കറ്റിനെ കുറിച്ചുള്ള അനാലിസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിടത്ത് തന്നെ മാർക്കറ്റ് താഴോട്ട് പോയി, പിന്നെ മുകളിലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു. ഏകദേശം ഒരു ഫ്ലാറ്റ് ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു 26,000 മാർക്കറ്റ് തൊടാൻ സാധ്യതയുണ്ട്. ലൈവ് മാർക്കറ്റിലും ഞാൻ പറഞ്ഞതാണ് 99% മാർക്കറ്റ് 26,000 മുകളിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. മാർക്കറ്റ് 26 മുകളിൽ പോയി ടാപ്പ് ചെയ്തു, താഴോട്ട് തിരിച്ചു വന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ടാണ് താഴത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടും. ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ വ്യൂ അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഇന്നത്തെ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യ ബലസൂചനകളൊക്കെ വന്നു തുടങ്ങും. എക്സിറ്റ് പോളിന് എതിരായിട്ടുള്ളൊരു റിസൾട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ എക്സിറ്റ് പോളുകൾ ഒരു 90% മുകളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളും ബീഹാറിൽ NDA സർക്കാരിന് അനുകൂലമായിട്ട് ആയിരിക്കും വരിക എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വന്നാലും തിരിച്ച് റിക്കവർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്ത് ട്രെൻഡ് നോക്കിയിട്ട് മാത്രമേ ട്രേഡ് എടുക്കാവൂ. ഇതിൽ മാർക്കറ്റിൽ ഇന്നലെ കൃത്യമായിട്ട് നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് 26,000 മുകളിൽ ടാപ്പ് ചെയ്തിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു അപകടം എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമുക്ക് ഹയർ ലോ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. ഈ ലോയ്ക്ക് മുകളിൽ പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് കയറി. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത, അതായത് ലോങ് ടൈമിലോട്ട് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സൂചന നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നലെ നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. അതായത് ഇതിന് താഴെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. മാർക്കറ്റ് ഇനി താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇതൊരു ലോവർ ഹൈ ആയിട്ട് നമുക്ക് കൂട്ടേണ്ടി വരും. അതായത് ഇവിടെ ഈക്വൽ ഹൈ വന്നതിന് ശേഷം അടുത്തൊരു ലോവർ ഹൈ വരികയാണ്. അപ്പം അവിടെ അവിടെ ഒരു ബെൻഡ് വരികയാണ്. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാർക്കറ്റ് താഴോട്ട് പോകാനുള്ളതിൻ്റെ സൂചനയാണ്. പക്ഷേ ഇന്ന് ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുകളിൽ ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ഫെയിലാകും. വീണ്ടും ഇതിന് മുകളിലൊരു ഹൈ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മാർക്കറ്റിന് കിട്ടുന്ന ഊർജം പോലെ ഇരിക്കും മാർക്കറ്റ് എങ്ങോട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണോ അതോ ഡൗൺ ട്രെൻഡിലോട്ട് പോകണമോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇന്നലത്തെ ഡേ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഇന്നൊരു ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതൊരു വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. പ്രൈസ് ആക്ഷൻ അവിടെ ഫെയിലാകും, പുതിയൊരു ഹൈക്ക് സാധ്യതയുണ്ട്. അല്ല, മാർക്കറ്റ് ഇതിന് താഴെ തന്നെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കരുതിയിട്ട് 5%, 10% മാർക്കറ്റ് ഇടിയും എന്നല്ല പറയുന്നത്.
മാർക്കറ്റ് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് താഴോട്ട് എടുത്തിട്ട് ചിലപ്പം തിരിച്ചു കയറിയേക്കും. ആ റീട്രേസ്മെൻറ്റ് ഏതുവരെ ചെന്ന് എത്തും എന്നുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ഒരു ലോ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ ഹൈയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹൈ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ലെവലൊന്ന് ശ്രദ്ധിക്കുക. ഈ ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഈ പഴയ ഫിബ് ഞാൻ എടുത്ത് കളയുകയാണ്. ആ ഫിബിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക്. ആ ഫിബൊക്കെ വാലിഡിറ്റി കഴിഞ്ഞു. ഓക്കെ, ഈ ലെവലെന്ന് പറയുന്നത് 25,587, 25,667 ചിലപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് മാർക്കറ്റ് തിരിച്ച് കയറിയേക്കും. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു 50% മിറ്റിഗേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഹൈക്ക് മുകളിൽ വീണ്ടും പുതിയ ഹൈ വരും. ഈ ലോയ്ക്ക് താഴെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി. എന്തായാലും ഈ ഹൈക്ക് താഴെ പുതിയ ഹൈ വന്നിട്ടില്ല, ലോവർ ഹൈ വന്നു. ഇതിൻ്റെ താഴെ ലോ വരാതിരിക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് സ്ട്രോങ് തന്നെയാണ്. അതിനിടയിലാണ് നമുക്ക് ഈ ഫിബ് വരുന്നത്, ഈ ഗ്യാപ്പ് വരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ നിന്നും നല്ലൊരു പോസിറ്റീവായിട്ട് ഡേ ക്യാൻഡലിൻ്റെ മുകളിൽ, ഇന്നലത്തെ ഡേ ക്യാൻഡലിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് തന്നെയാണ്, മുകളിലോട്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു വേൾഡ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ഒരു 100 പോയിൻ്റൊക്കെ ഗ്യാപ്പ് ഡൗൺ വരണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചും കൂടി താഴോട്ട് വന്നിട്ട് തിരിച്ച് കയറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് അവിടെ നിന്ന് തിരിച്ച് കയറിയേക്കും. അപ്പോൾ നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇന്നലെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ലെവല് ഇവിടെ നിന്ന് 15 മിനിറ്റിൽ 15 മിനിറ്റ് ക്യാൻഡിൽ മുകളിലോട്ട് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ മാർക്കറ്റ് അതിന് തൊട്ട് മുകളിലാണ് ഓപ്പണിംഗ് വന്നെങ്കിലും താഴോട്ട് വന്നു. താഴത്തെ ലെവല് താഴോട്ട് ബ്രേക്ക് ആയിട്ടില്ല, മുകളിലോട്ട് ബ്രേക്കായി. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലോട്ട് കയറി. പക്ഷേ അടുത്ത ടാർഗറ്റിലോട്ട് പോയിട്ടില്ല. 26,000 തൊട്ട് മുകളിൽ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വീണു. ഇവിടെ നമ്മൾ 2 ട്രേഡ് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ടാർഗറ്റ് ഹിറ്റായി, ഒരെണ്ണം സ്റ്റോപ്പ് ലോസിൽ തൊട്ടിട്ട് വീണ്ടും കയറി ടാർഗറ്റ് ഹിറ്റായി. താഴോട്ടുള്ള ഈ ഒരു വീഴ്ച ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതല്ല. ഞാൻ ആ സമയത്ത് ജോലിയിലായിരുന്നു, ചാർട്ടൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലെവൽസിലോട്ട് പോകാം നമുക്ക്. ഇന്നത്തെ ലെവൽസിൽ താഴോട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. മുകളിലോട്ടുള്ളത് താഴോട്ട് ഇന്നലത്തെ ലോയ്ക്ക് താഴെ തന്നെയായിരിക്കും ബ്രേക്കൗട്ട് വരിക. ഇന്നലത്തെ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,750. ഞാൻ ഇത് മാറ്റുകയാണ്. ഈ ഒരു ലെവല് ഇത് കിടന്നോട്ടെ. ഓക്കെ, എന്തായാലും ഇതിന് താഴെ ഇവിടെ ആയിരിക്കും ഒരു ഓപ്പണിംഗ് വരിക. ഈ ഒരു ലെവലിലായിരിക്കും ഓപ്പണിംഗ് വരിക. ഈ ഒരു ലെവലിൽ ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 25,830 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,830 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 750, അതായത് ഗ്യാപ്പിൻ്റെ ടോപ്പ്, അത് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 25,714. ഇത് രണ്ടും ഇന്നലെ തന്നിട്ടുള്ള ലെവൽ തന്നെയാണ്. ഈ ഒരു ഏരിയ നോൺ ട്രേഡിംഗ് സോണായിട്ട് എടുക്കുക. ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. താഴോട്ട് കൃത്യമായിട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ, ഇനി ഈ ഒരു ഏരിയയിലാണ് ബ്രേക്കൗട്ട് ഗ്യാപ്പ് ഡൗൺ വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക. ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആയേക്കും. ഫസ്റ്റ് ടാർഗറ്റ് 25,830, പിന്നെ 866. മുകളിലോട്ട് വരുന്ന ലെവൽസ് എന്ന് പറയുന്നത് 25,900. ഈ ഒരു ലെവൽ വയ്ക്കാം. 25,940 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 26,000 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക.
26 ഫസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടാർഗറ്റ് 26,100. മാർക്കറ്റ് നല്ല ബുള്ളിഷാവും. ഇന്നലത്തെ ഡേ ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല ബുള്ളിഷാകും. താഴത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, താഴത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ മിക്കവാറും നല്ലൊരു ബുള്ളിഷിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം 26,200 തിങ്കളാഴ്ച ചൊവ്വാഴ്ച എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ 25,800 ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് 2 ലെവൽസ് തന്നു. ഒന്നിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആകും, അല്ലെങ്കിൽ താഴെ നിന്ന് റിവേഴ്സ് ആകും. മാർക്കറ്റ് 25,800 തൊട്ട് മുകളിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് കിട്ടി. ഏറ്റവും ടോപ്പിൽ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത് 26,18, 26,34. മാർക്കറ്റ് അവിടെ എത്തിയില്ല. മാർക്കറ്റ് അതിന് മുന്നേ തന്നെ സെല്ലിംഗ് പ്രഷർ വന്നു. ഏകദേശം 26,011 നിന്ന് മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ വന്നു. ആ ഒരു വീഴ്ച താഴോട്ട് വീണിട്ടുണ്ട്. ഇന്നും നാരോ CPR ആണ് വരുന്നത്. ഇന്നും നാരോ CPR ആണ്. 25,888-നും 25,909-നും ഇടയ്ക്കാണ് CPR വരുന്നത്. നാരോ CPR ആണ്. ഏകദേശം 22 പോയിൻ്റ് 23 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. മാർക്കറ്റ് ട്രെൻഡിങ് ആയേക്കും. അതോടൊപ്പം തന്നെ നല്ല വോളട്ടൈൽ മാർക്കറ്റും ആയിരിക്കും. കാരണം ഇന്ന് ബീഹാറിൻ്റെ ഇലക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല വോളട്ടൈലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ലെവൽസ് വരച്ചിട്ടിട്ടുണ്ട്. മാർക്കറ്റ് എവിടെ വരെ പോകുന്നൊരു പിടിയുമില്ല. മാർക്കറ്റ് എന്തായാലും ബീഹാർ ഇലക്ഷൻ എന്തായാലും NDAക്ക് അനുകൂലമായിട്ടാണ് റിസൾട്ട് വരുന്നതെങ്കിൽ മാർക്കറ്റ് നല്ലൊരു റാലിക്ക് സാധ്യത വളരെ കൂടുതലാണ്. അത് മാർക്കറ്റിന് തന്നെ വളരെയധികം ഗുണം ചെയ്യും അത്തരത്തിലൊരു റിസൾട്ട് വരുന്നത്. അപ്പോൾ താഴോട്ട് 2 സപ്പോർട്ടുണ്ട്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നോക്കുക. ഒരു 9:30 വരെയെങ്കിലും ഒന്ന് നോക്കുക. ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 25,704, 25,683 മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. ഇതിന് താഴോട്ട് എനിക്ക് വ്യൂ ഇല്ല. 25,070-700 താഴോട്ട് എനിക്ക് വ്യൂ ഇല്ല. മാർക്കറ്റ് മാക്സിമം വരാൻ സാധ്യതയുള്ളത് ഇവിടെ നിന്നാണ്. അല്ലെങ്കിൽ ഫിബ് അനുസരിച്ച് 650, 685 തോന്നുന്നു. എന്തായാലും ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 25,704, 25,683 തിരിച്ചിവിടെ നിന്ന് കയറിയാൽ ഫസ്റ്റ് ടാർഗറ്റ് 25,788, 25,768. രണ്ടാമത്തെ ടാർഗറ്റ് CPR ആണ് 25,888, 25,909. മൂന്നാമത്തെ ടാർഗറ്റ് ഇതെല്ലാം ഹിറ്റാവുമെന്നല്ല പറയുന്നത്. ഓരോ ലെവൽസ് നോക്കുക, കൃത്യമായിട്ട് ബ്രേക്കൗട്ട് റീടെസ്റ്റ്, ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എൻട്രി എടുക്കുക. അപ്പോൾ അടുത്ത ടാർഗറ്റ് 25,978, 25,999. അടുത്തത് വരുന്നത് 26,086, 26,109. ഏറ്റവും മുകളിൽ 26,174, 26,198, 26,200 ഏറ്റവും മുകളിലുള്ള ടാർഗറ്റ് ഞാൻ വരച്ചിട്ടുള്ളത് ഇൻട്രാഡേ ചാർട്ടിൽ. 15 മിനിറ്റിൽ 15, 25, 100 വരെ വരച്ചിട്ടുള്ളൂ. എങ്കിലും ഇൻട്രാഡേയിൽ നമ്മൾ കൂടുതൽ ലെവൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ആദ്യത്തെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് തന്നെ മാർക്കറ്റ് ഡൗൺ, ഒരു ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ റിക്കവർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുന്നവരേക്കും മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുക. ഇന്നത്തെ ദിവസം ബ്ലൈൻഡായിട്ട് പുട്ട് ഓപ്ഷൻ എടുക്കാൻ നിൽക്കരുത്. പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ട്രാപ്പിലാകും. അത് കൃത്യമായിട്ട് സപ്പോർട്ട് നോക്കിയിട്ട് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.